ഹൈസ്കൂൾ ലൈഫ് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി ലൈഫിലേക്ക് കടക്കുന്ന നിങ്ങൾക്കേവർക്കും ആചാര്യയുടെ ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു പുതിയ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് പലപ്പോഴും പറയുന്നതാണ് 10ാം ക്ലാസ്സാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ കിട്ടുന്ന മാർക്ക് അതാണ് നിങ്ങളുടെ ജീവിതം നിശ്ചയിക്കുന്നതെന്നൊക്കെ പറയും. പക്ഷേ ഇനി പ്ലസ് 1ലേക്ക് കടക്കുമ്പോൾ അവരിനി പറയാൻ പോകുന്നത് ഹയർ സെക്കൻഡറി +2 ആണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്, അവിടെയാണ് നിങ്ങളുടെ ജീവിതം വഴിത്തിരിയുന്നത് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവും, ഇതിൽ ഏതാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? 10ാം ക്ലാസ് ആയിരുന്നു ഒരു ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഇനി ഞാൻ അടുത്ത ഒരു തലത്തിലേക്ക്, ഒരു വിദ്യാഭ്യാസ തലത്തിലേക്ക് കടക്കുമ്പോൾ അവിടെയും വെച്ചിട്ട് എൻ്റെ പാരൻസ് പറയും ഇതാണ് നിന്റെ ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതാണ് നിന്റെ ടേണിംഗ് പോയിന്റ്. അപ്പോൾ അത് തന്നെ നിങ്ങളെ തന്നെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യമാണ്, ഇതിൽ ഏതാണ് എൻ്റെ ടേണിംഗ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ എന്തുകൊണ്ടാണ് പാരൻസ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? ഭൂരിഭാഗം പാരൻസും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ഏത് ക്ലാസ്സിൽ പഠിച്ചാലും അവർ പറയും ഇതാണ് ടേണിംഗ് പോയിന്റ്, അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അത് കേട്ടിട്ടെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് പറയുന്നത്. പക്ഷെ നമ്മൾ അറിയേണ്ടത്, നമ്മളുടെ അഡ്മിഷന് വേണ്ടി ഇനി കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ചത്, അതായത് 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചത്, നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാവരും പഠിച്ചത് ഒരേ കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾ ബയോളജി പഠിക്കുന്നു, അവരും ബയോളജി പഠിക്കുന്നു. നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നു, അതേ ടോപ്പിക്ക് തന്നെയാണ് ഫിസിക്സിലാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരും പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പുറത്തെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിയും പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെ 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചത് എല്ലാവരും ഒന്ന് തന്നെയാണ് പഠിച്ചത്. ഇനിയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ 10th ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എന്ത് സബ്ജക്ട് ചൂസ് ചെയ്യുന്നു, നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും ഇനി എന്തൊക്കെയാണ് പ്ലസ് 1 പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ. അതായത് സയൻസ് ഉണ്ട്, ബയോളജി സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ കൊമേഴ്സ് ഉണ്ട്, മാത്സ് കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, അങ്ങനെ നമുക്ക് പഠിക്കുന്ന ഒത്തിരി വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് എടുത്ത് പഠിക്കണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഈ 10ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് 10ാം ക്ലാസ്സിൽ ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിനെ മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഭൂരിഭാഗം പേരും, കുറച്ച് പേര് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് എനിക്ക് ഈ മേഖലയിലേക്ക് പോകണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ആ മേഖലയിലേക്ക് കടന്നു പോകും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യും. പക്ഷേ ഭൂരിഭാഗം പേരും, ഒരുപാട് പേരും ചിന്തിക്കുന്നത് മാർക്കിനനുസരിച്ച്, മാർക്കുണ്ടോ സയൻസിലേക്ക് പോകാം, മാർക്ക് കുറവാണോ കൊമേഴ്സിലേക്ക് പോകാം, ഇനിയും കുറവാണോ ഹ്യൂമാനിറ്റീസിലേക്ക് പോകാം. അപ്പോൾ ഇതിനെയൊന്നും നമ്മൾ കുറച്ച് കാണുന്നതല്ല സയൻസ് കൊമേഴ്സ്. അപ്പോൾ മിക്കവാറുടെയും പേരുടെ മനസ്സിലും ഉള്ളതാണ് സയൻസിൽ എന്തോ വലുതുണ്ട്, കൊമേഴ്സിൽ എന്തോ കുറവാണ്, ഹ്യൂമാനിറ്റീസിൽ കുറച്ചുകൂടെ കുറവാണ്. അതൊന്നുമല്ല, എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മളത് സബ്ജക്ട് ചൂസ് ചെയ്യേണ്ടത്? ഇത് ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ കാര്യം, നിങ്ങൾ ഇപ്പോൾ എന്ത് ചൂസ് ചെയ്യുന്നു, അതായത് പ്ലസ് 1ലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ എന്താണോ ചൂസ് ചെയ്യുന്നത് ആ ഒരു സ്പോട്ടാണ്. നിങ്ങൾ ഏത് സെക്കൻഡിലാണോ ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ സയൻസ് എടുക്കുന്നു എന്ന് നിങ്ങൾ ഉറച്ചൊരു തീരുമാനം എടുക്കുന്നത്, ആ സ്പോട്ടാണ് നിങ്ങൾ ടേണിംഗ് പോയിന്റ്. സയൻസ് എടുത്താൽ, ബയോളജി സയൻസ് എടുത്താൽ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാം, നിങ്ങൾ കൊമേഴ്സ് എടുത്താൽ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ കഴിയില്ല, കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ പോകാൻ കഴിയുന്നു വരില്ല. നിങ്ങൾക്കിനി അതുപോലെ ഓരോ സബ്ജക്ട് എടുക്കുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്നും അറിയാതെ പോയി മാർക്കൊണ്ട് സയൻസ് എടുക്കുന്നു, മാർക്ക് കുറഞ്ഞോ കൊമേഴ്സ് എടുക്കുന്നു, അങ്ങനെ ചിന്തിക്കാതെ നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ്, ഏത് മേഖലയിലേക്കാണ് നമ്മൾ പോകേണ്ടത്, അതിനനുസരിച്ച് ആയിരിക്കും നമ്മൾ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്ന അനുസരിച്ച് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ, ആ വഴിയിലൂടെ മാത്രമേ നമുക്കിനി മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇത് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതുവരെ 8ാം ക്ലാസ്സിൽ വെച്ച് നിങ്ങൾക്ക് അങ്ങനെ തീരുമാനം എടുക്കേണ്ടി വന്നിട്ടില്ല. കാര്യം 8ൽ നിന്ന് 9ലേക്ക് പോകുമ്പോൾ എല്ലാവരും പഠിക്കുന്ന ഒന്ന് തന്നെയാണ്, അവിടെ സബ്ജക്റ്റ് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 10ലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആവശ്യം വന്നിട്ടില്ല. പക്ഷേ പ്ലസ് 1ലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് ഒരു ആവശ്യം വരികയാണ്. കാര്യം പ്ലസ് 1ൽ എന്തെടുക്കുന്നു അതാണ് നിങ്ങളുടെ വഴി, നിങ്ങളുടെ ലൈഫ് നിർണ്ണയിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് അതിന് നമ്മളൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏത് സബ്ജക്ട് ചൂസ് ചെയ്യുന്നോ ആ മേഖലയിലേക്ക് നമ്മൾ വഴിതിരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ബാക്കി മേഖലയിലേക്ക് വരണമെന്നില്ല, നമ്മുടെ മേഖലകൾ എടുത്ത് അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയാൻ കാര്യം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അഡ്മിഷന് പോകുമ്പോൾ ഒരു ധാരണ ഉണ്ടാവണം, എല്ലാ സബ്ജക്റ്റിനെയും കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. അല്ലാണ്ട് പൊതുവേ പറഞ്ഞു വരുന്നൊരു ശീലമുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്കിടയിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങളോട് പറയും എങ്ങനെ ഉണ്ടായിരുന്നു മാത്സ് എക്സാം, അല്ലെങ്കിൽ മാത്സ് എക്സാം എങ്ങനെ എഴുതും, ബുദ്ധിമുട്ടാണോ പാടാണോ? ടീച്ചേഴ്സ് തന്നെ നിങ്ങൾ തമാശയായിട്ട് പറയാറുണ്ട്, മാത്സിൽ എന്ത് പാടിയിരിക്കുന്നു, ആ സർക്കിൾസ് വൃത്തങ്ങൾ 2 പടം വരച്ചാൽ കിട്ടും 10 മാർക്ക്, അല്ലെങ്കിൽ ആ ടാൻജൻസ് അതായത് തൊടുവരകൾ 2 പടം വരച്ചാൽ കിട്ടും 10 മാർക്ക്, പിന്നെ ഇന്റേണൽ മാർക്ക് സിയും കൂടെ ചേർക്കുന്ന നമ്മൾ ജയിച്ചു. ഇങ്ങനെ പറയുന്നൊരു പ്രവണത, തമാശയ്ക്കാണെങ്കിൽ പോലും നമ്മൾ ടീച്ചേഴ്സും കുട്ടികളും നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ പറയുന്നൊരു പ്രവണതയുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പ്ലസ് 1ലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ സാധാരണയായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നോക്കാറുണ്ട്, ഏറ്റവും കൂടുതൽ ബാക്കി സബ്ജക്റ്റുകളെ കുറിച്ച് പറയുന്നതല്ല, നമ്മൾ മാത്സിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ പേരും പറയും മാത്സ് ഉണ്ടോ,
സയൻസ് ഞാൻ എടുക്കുന്നില്ല. എന്തുകൊണ്ട് എടുക്കുന്നില്ല? അവിടെ മാത്സ് ഉണ്ട്. അപ്പോൾ ബയോളജി സയൻസിൽ പോയി നോക്കും, മാത്സ് ഉണ്ടോ? അവിടെ മാത്സ് ഉണ്ട്. കമ്പ്യൂട്ടർ കൊമേഴ്സിൽ പോയി നോക്കും, അവിടെ മാത്സ് ഉണ്ടോ? അവിടെയും മാത്സ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും വേണ്ട. കൊമേഴ്സിലേക്ക് പോകാം, മാത്സ് കൊമേഴ്സിൽ പോയി നോക്കും, അവിടെയും മാത്സ് ഉണ്ട്. അപ്പോൾ അതും വേണ്ട. പിന്നെ ഏതാ? കമ്പ്യൂട്ടർ കൊമേഴ്സ് ഉണ്ട്, അവിടെ പോയി എടുക്കാം. പിന്നെ കമ്പ്യൂട്ടർ താല്പര്യമില്ലെങ്കിലോ നമ്മൾ ഹ്യൂമാനിറ്റീസിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രീതികൾ എന്ന് പറയുന്നത്. അതായത് മാത്സിനോട് എന്തോ ഒരു ഭയമാണ് എല്ലാവരും, അല്ലെങ്കിൽ മാത്സിനോട് എന്തോ ഒരു വെറുപ്പാണ് എല്ലാവരും, മാത്സ് താല്പര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മളൊരു സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത. എന്തുകൊണ്ടാണ് മാത്സിനെ ഇഷ്ടമല്ലാത്തത്? എന്തുകൊണ്ടാണ് മാത്സിനെ ഒഴിവാക്കുന്നത്? അതൊന്ന് ചിന്തിച്ച് നോക്കുക. മാത്സ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമുക്ക് മുമ്പിലുള്ളവർ പറഞ്ഞു മാത്സ് പാടാണ്, സോ എനിക്കും പാടാണ്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു എനിക്ക് മാത്സ് പാടാണ്, സോ എനിക്കും പാടാണ്. നമ്മൾ അവിടെ ട്രൈ ചെയ്ത് നോക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ മാത്സിനെ അടുത്തറിയാൻ ശ്രമിക്കുന്നില്ല. ഒരു സുഹൃത്തിനെ തന്നെ, പുതിയതായ സുഹൃത്ത് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ആ സുഹൃത്തിനെ ആദ്യം ഇപ്പോൾ നോക്കും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ആദ്യമേ ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് പറയണം അവൻ ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് അടുത്തറിയുന്നതിന് മുൻപേ അവനെ ഒഴിവാക്കുന്നത് ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കുക. അതാണ് നമ്മൾ മാത്സിലേക്ക് വരുമ്പോഴും സബ്ജക്റ്റിലേക്ക് വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് മാത്സിനെ ഒഴിവാക്കുന്നതിന് മുൻപ് മാത്സിനെ അറിയേണ്ടതല്ലേ? ഒരാളെ നമ്മൾ ഒഴിവാക്കുന്നതിന് മുമ്പ് അയാളെ കുറിച്ച് അറിയേണ്ടതല്ലേ? നമ്മൾ പഠിക്കാൻ പോകുന്നത്, അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാൻ പോകുന്നത്, അവിടുത്തെ മാത്സ് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ഇനി നിങ്ങൾക്ക് അത് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇതുവരെ ചിന്തിക്കേണ്ടായിരുന്നു. കാര്യം എല്ലാവരും പഠിക്കുകയാണ്, നമ്മൾ പഠിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഇനി പ്ലസ് വണ്ണിലേക്ക് പോകുമ്പോൾ നമ്മൾ അത് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് നമ്മളെ കൊണ്ട് മാത്സ് പറ്റുമോ? വെറുതെ പാരൻസ് പറയുന്നത് കേട്ട് മാത്സ് എടുക്കരുത്. നിങ്ങൾക്ക് മാത്സ് താല്പര്യമാണെങ്കിൽ മാത്സിനെ കളയുകയും ചെയ്യരുത്. അപ്പോൾ അതിനു മുമ്പ് മാത്സ് താല്പര്യപ്പെടുന്നത് എങ്ങനെ? മാത്സിനെ അറിയേണ്ടതല്ലേ? നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണോ ഹയർ സെക്കൻഡറിയിലെ മാത്സ് എന്ന് പറയുന്നത്? ഇതുവരെ ഞാൻ പഠിച്ചത് അതിന് മനസ്സിലാക്കിയിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? മാത്സിനെ അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ പറയും ഒരു 95% സ്റ്റുഡൻസും മാത്സിനെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. മാത്സ് ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ളവരിൽ 95% സ്റ്റുഡൻസും നമ്മൾ മാത്സിനെ അറിയാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ മാത്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾക്ക് തന്നെ സ്വയം ചിന്തിക്കാം. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ അഡ്മിഷന് വേണ്ടി പോകാനായിട്ട്. അപ്പോൾ ഞാൻ മാത്സ്, നിങ്ങൾ ഇനി പ്ലസ് വൺ എടുക്കുമ്പോൾ സയൻസ് എടുക്കാൻ താല്പര്യമുള്ളവർ ആദ്യം ചിന്തിക്കുന്നത് മാത്സിനെ കുറിച്ചായിരിക്കും. മാത്സ് ആണ് ബുദ്ധിമുട്ട്, അതുകൊണ്ട് മാത്സ് ഉണ്ട് അവിടെ. അപ്പോൾ മാത്സിനെ കുറിച്ചായിരിക്കും നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മൾ ഇതുവരെ പഠിച്ചത് എങ്ങനെയാണ്. മാത്സിന് നമ്മൾ ഇപ്പോൾ 2 കാറ്റഗറിയായിട്ട് നമുക്ക് പെടുത്താം, അല്ലെങ്കിൽ 3 കാറ്റഗറി ആക്കാം. ചിലർക്ക് മാത്സ് നല്ല എളുപ്പമായിരിക്കും, വളരെ എളുപ്പമായിരിക്കും. മാത്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്നെ കൊണ്ട് മാത്സ് പറ്റും. ഇനി ചിലരെന്ന് പറയുന്നത് ഒരു ആവറേജ് ആയിരിക്കും, മാത്സ് അറിയാം, ഒരു വിധമൊക്കെ തട്ടിയും മുട്ടിയൊക്കെ നമ്മൾ പോകുമെന്ന് പറയും. അപ്പോൾ അതുപോലെ നമുക്ക് മാത്സ് അറിയാം, നമ്മൾ ജസ്റ്റ് ഒക്കെ ചെയ്ത് പോകും, പക്ഷെ നമ്മൾ മെനക്കെടാൻ തയ്യാറാണ്. ഇനി ചിലരുണ്ട് അവർക്ക് പറ്റത്തില്ല. കാര്യം അവരുടെ കഴിവില്ലായ്മയല്ല, അവർക്ക് ഈ ഫീൽഡ് എല്ലാവർക്കും പഠിക്കാനുള്ള കഴിവില്ലല്ലോ. അതുപോലെ തന്നെ എല്ലാവർക്കും, അല്ലെങ്കിൽ ഡ്രോയിങ്ങിനുള്ള കഴിവ് എല്ലാവർക്കും ഇല്ലല്ലോ, ഡാൻസിനുള്ള കഴിവ് എല്ലാവർക്കും ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്, ചിലരെ കൊണ്ട് മാത്സ് പറ്റില്ല, അവർ ട്രൈ ചെയ്ത് നോക്കിയാലും പറ്റില്ല. കാര്യം അവർക്ക് ഇൻബോൺ ആയിട്ട് അതിൻ്റെ എബിലിറ്റി കാണത്തില്ല. അവർക്ക് മറ്റേതെങ്കിലും ഒരു ഒരു വിഷയത്തിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും അവർക്ക് ഈ പഠിക്കുന്ന കുട്ടികളെക്കാൾ, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നിൽക്കാൻ കഴിയുന്ന മറ്റേതെങ്കിലും ഒരു ടോപ്പിക് അവർക്ക് കാണും. ഡാൻസോ പാട്ടോ അങ്ങനെയൊക്കെ വരുന്ന എന്തെങ്കിലും കേസിൽ അവർക്ക് അതിനേക്കാൾ നല്ല കഴിവുണ്ടായിരിക്കും. പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്നെ കൊണ്ട് പറ്റും, ഞാൻ ശ്രമിക്കാത്തതാണ് എന്നുള്ളവർ ഒന്ന് ശ്രമിച്ച് നോക്കുമെങ്കിൽ നമുക്ക് മാത്സിനെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അത് മറ്റൊരാൾക്കും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. നിന്നെ കൊണ്ട് കഴിയുമെന്നേ പറഞ്ഞുതരാൻ പറ്റും. നിങ്ങളെ കൊണ്ട് കഴിവുണ്ടോ എന്ന് മറ്റൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അത് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തറിയണം? നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ 10ാം ക്ലാസ് വരെ നമ്മൾ മാത്സ് പഠിച്ചു. അതിൻ്റെ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറി സിലബസിലേക്ക് വരുമ്പോൾ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഹയർ സെക്കൻഡറി പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ അവിടുത്തെ മാത്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, നമ്മൾ 10ൽ നിന്നുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി. ഏതൊക്കെ ചാപ്റ്ററാണുള്ളത്, 10ന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്ററുകളുണ്ടോ, 10ൽ എനിക്ക് ഏതൊക്കെ ചാപ്റ്ററായിരുന്നു ബുദ്ധിമുട്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് 10ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ സമയം കൊണ്ട്, ഇപ്പൊ ലോക്ക്ഡൌൺ സമയമാണ്, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, 10ഒക്കെ ഒന്ന് വർക്ക് ചെയ്ത് വരും. 10ൽ നിന്ന് കുറച്ച് ടോപ്പിക്കൊക്കെ നമുക്ക് പ്ലസ് വണ്ണിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ സ്വയം ഒരു അനലൈസ്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ സ്വയം ഒരു വിശകലനം നടത്തണം. നിങ്ങൾ സ്വയം മനസ്സിൽ ചിന്തിക്കുക. മറ്റൊരാളിനെ വിടുന്നതിന് മുൻപ് മറ്റെല്ലാവരുടെ അഭിപ്രായം നമ്മൾ കേൾക്കണം. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് അഭിപ്രായങ്ങളൊന്നും സ്വീകരിക്കാനുള്ള മൈൻഡ് വയ്ക്കരുത്. നമ്മൾ തീരുമാനിച്ചതിന് ശേഷം, നമ്മൾ അനലൈസ് തീരുമാനിച്ച ശേഷം ഈ എല്ലാവരുടെയും ഈ കമന്റ്സുകൾ എന്തൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ ഒന്ന് മനസ്സിലൂടെ ഓടിച്ചതിന് ശേഷം ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നെ കൊണ്ട് മാത്സ് കഴിയുമോ എന്ന് ആലോചിക്കുക. മാത്സ് കഴിയുമെങ്കിൽ നമ്മൾ മാത്സിന്റെ ടോപ്പിലേക്ക് പോവുക. മാത്സ് ഇഷ്ടമാണെങ്കിൽ സയൻസ് സബ്ജക്റ്റിലേക്ക് വരിക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മാത്സിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ മാത്രമേ, പ്ലസ് വണ്ണിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ, ആ ടോപ്പിക്കുകളുടെയൊക്കെ കാഠിന്യം എങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഒരു മുൻവിധിയോടുകൂടി
കാണുന്ന പ്രവണത മാറ്റിവെക്കുക. അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത്. അതായത് മാത്സ് ഉള്ളത് കൊണ്ട് ഞാൻ ആ സബ്ജക്റ്റിലേക്ക് പോകുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ബയോളജി ഇഷ്ടമായിരിക്കും, ഫിസിക്സ് ഇഷ്ടമായിരിക്കും, കെമിസ്ട്രി ഇഷ്ടമായിരിക്കും. പക്ഷെ മാത്സ് ഉണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ നിങ്ങൾ സയൻസിനെ ഒഴിവാക്കും. ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും സയൻസ് പഠിക്കാൻ, നിങ്ങൾക്ക് താല്പര്യമായിരിക്കും സയൻസ് പഠിക്കാൻ, പക്ഷേ മാത്സ് ഉണ്ട് എന്ന് പറയുന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ ആ സബ്ജക്റ്റിനെ തന്നെ ഒഴിവാക്കുന്ന ഒരു പ്രവണത ഉണ്ട് കുട്ടികൾ, ഒരുപാട് പേർക്കുണ്ട്. പാരൻസിന് താല്പര്യം എപ്പോഴും സയൻസ് ആണ്. സാധാരണയായിട്ട് മുൻകാലങ്ങളിൽ, ഇപ്പോൾ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ എല്ലാ പാരൻസും സയൻസ് എടുക്കാൻ പറയും. പക്ഷേ അപ്പോൾ കുട്ടികൾ പറയുന്നത് മാത്സ് ഉണ്ട് അതുകൊണ്ട് ഈ താല്പര്യമില്ല. ബയോളജി എനിക്ക് ഇഷ്ടമാണ്, കമ്പ്യൂട്ടർ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ അവിടെയൊക്കെ മാത്സ് ഉള്ളത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അതൊരു മുൻവിധിയാണ്. നമ്മൾ മുൻപിൽ ആൾക്കാർ പറഞ്ഞു വന്ന, കുട്ടികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറഞ്ഞു വന്ന, അല്ലെങ്കിൽ ചേട്ടന്മാർ ചേച്ചിമാർ പറഞ്ഞു വന്ന ആ ഒരു രീതിയിൽ അത് കേട്ടിട്ടാണ് നമ്മൾ മനസ്സിൽ പറയുന്നത് നമുക്ക് എന്ത് താല്പര്യമില്ല, എനിക്ക് മാത്സ് താല്പര്യമില്ല, മാത്സ് പറ്റില്ല എന്നെ കൊണ്ട് എന്നൊരു മുൻവിധി നമ്മൾ വയ്ക്കുന്നത്. ആ മുൻവിധിയോടുകൂടി കാണുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ആ മുൻവിധികളൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ശ്രമിച്ചു നോക്കി. ഇപ്പോൾ ഒത്തിരി സമയമുണ്ട് നമുക്ക്. ആ സമയത്ത് നമുക്ക് മാത്സിനെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബയോളജി എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിസിക്സ് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കെമിസ്ട്രി എടുക്കാം. അവിടെ മാത്സിനെ നിങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ +1 വരുമ്പോൾ നിങ്ങൾ ഏറ്റവും പേടിപ്പെടുത്തുന്ന എന്ന് തന്നെ പറയാം, ഏറ്റവും പേടിപ്പെടുത്തുന്ന, നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന ആ മാത്സിനെ കുറിച്ച് എന്താണ് നിങ്ങൾ പഠിക്കാനുള്ളതെന്ന് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതുവരെ ഉണ്ടായിരുന്ന മൈൻഡിനെ മുഴുവൻ റിഫ്രഷ് ചെയ്യാം. നമുക്കവിടെ മാത്സിനോടുള്ള മുൻവിധികളൊന്നുമില്ല, നമ്മളെല്ലാം മറന്നു. നമ്മൾ 10 വരെ പഠിച്ചത് ഞാൻ എങ്ങനെയാണെന്ന് മാത്രം ചിന്തിക്കുക. ഞാൻ മനസ്സറിഞ്ഞാണോ പഠിച്ചത്, എൻ്റെ കഴിവിന്, നിങ്ങളുടെ കഴിവിൽ കൂടുതലൊന്നും പഠിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കഴിവിൻ്റെ 90% എങ്കിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടോ, അതോ ഞാൻ മാത്സിനെ മാറ്റി നിർത്തുകയാണോ ചെയ്തത് എന്നൊരു സ്വയം വിശകലനം നടത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് വരാൻ കഴിയൂ. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, എനിക്കിനി മാത്സ് പഠിക്കാൻ പറ്റുമോ. പക്ഷേ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുമെങ്കിൽ മാത്രം, നിങ്ങൾ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി മാത്സിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നിങ്ങൾ വർക്ക് ആദ്യത്തെ ഒരു +1 വരുമ്പോൾ ഉള്ളൊരു നമുക്കൊരു ആക്റ്റീവായിട്ട് നിന്നിട്ട് മാത്രം കാര്യമില്ല, അവസാനം വരെ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യാം. വർക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഉറപ്പ് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് 10ൽ നിന്നും +1 വരുമ്പോഴുള്ള കണക്ഷൻ, അതായത് ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, +1 ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, 10ൽ നിന്നും നമുക്ക് +1 വരുമ്പോൾ ഏതൊക്കെ ചാപ്റ്ററുകളുടെ കണക്ഷൻ വേണം, അപ്പോൾ ഏതൊക്കെ ചാപ്റ്ററിന്റെ പ്രീവിയസ് നോളജ്, മുൻ വർഷങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് +1 അറിയേണ്ടതുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം +1 ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്, 10ൽ നമുക്ക് ഏതൊക്കെ ചാപ്റ്ററുകളുടെ ആവശ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഈ വരുന്ന 16 ചാപ്റ്ററുകളാണ് നമുക്ക് +1 പഠിക്കാനുള്ളത്. 1 മുതൽ 16 ചാപ്റ്ററുകൾ എഴുതിയിട്ടുണ്ട്. കണ്ട് പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിലേക്ക് ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം, അപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് നിങ്ങൾ പരിചയമുള്ളത്, അതായത് കുറച്ചെങ്കിലും നിങ്ങൾ പ്രീവിയസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു നോളജ് ഉള്ള ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സെറ്റ്സ്. അപ്പോൾ എന്താണ് സെറ്റ്സ്? ഇത് നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ പണ്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ ഗണം എന്ന് പറയുന്നത് പഠിച്ചിട്ടുള്ള ചാപ്റ്ററാണ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു പുതിയ ഐഡിയ ആണെങ്കിൽ പോലും +1 പഠിച്ചു കഴിഞ്ഞ കുട്ടികളോട് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ അതിൽ ഒന്നാമത് നടക്കുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് പെടുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സെറ്റ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സെറ്റ്. ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. നമ്പേഴ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെറ്റാക്കി എഴുതുന്നതും ആ സെറ്റിന്റെ റെപ്രസെന്റേഷനും അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സെറ്റിനകത്ത് വരുന്നത്. ഇത് നിങ്ങളെ പേടി മാറ്റാൻ വേണ്ടി പറയുന്നതല്ല, വളരെ എളുപ്പത്തിലുള്ള ചാപ്റ്റർ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മൾ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ നമ്മൾ അങ്ങനെ തന്നെ പറയുകയും ചെയ്യും. അപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് പ്രീവിയസ് നോളജ് ഒന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്, അത് ഓർക്കുക. ദെൻ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഇയറിൽ +2 നിങ്ങൾ വരുമ്പോൾ അവിടെ പഠിക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സെക്കൻഡ് ഇയറിൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പഠിക്കാൻ പറ്റൂ. അപ്പോൾ സെറ്റിന്റെ കണ്ടിന്യൂഷൻ ആണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ഈ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിന്റെ കണ്ടിന്യൂഷൻ ആണ് +2 വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആയ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് എളുപ്പമായതുകൊണ്ട് തന്നെ സെറ്റിനെ പോലെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഗ്രാഫ് ഒക്കെ വരുന്നത്, കുറച്ച് ഗ്രാഫ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് ഗ്രാഫിന്റെ മോഡ്സ് ഒക്കെ, ഏതൊക്കെ ഗ്രാഫുകളാണുള്ളത് എന്നാൽ കുറച്ച് പഠിക്കാനുള്ളത്. ഫംഗ്ഷൻസ് എന്താണ്, റിലേഷൻസ് ഒക്കെ കൊണ്ട് സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് സെറ്റുകളൊക്കെ തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാണ്, അതിൽ
ടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്താണ്, സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ ആ റിലേഷനും ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിനകത്ത് വരുന്ന ഗ്രാഫുകൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവേ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ കൂടിയാണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. തേർഡ് ചാപ്റ്റർ ആണ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന ചാപ്റ്റർ പരിചയം ഉണ്ടായിരിക്കും. CBSE പഠിച്ചവർക്കും സ്റ്റേറ്റിൽ പഠിച്ചവർക്കും ഉണ്ടായിരുന്നു. സ്റ്റേറ്റിൽ ട്രിഗണോമെട്രി തന്നെയാണ്, മലയാളത്തിൽ ത്രികോണമിതി എന്ന് പറഞ്ഞ് പഠിച്ച ചാപ്റ്റർ. CBSEക്കാർ ട്രിഗണോമെട്രി എന്ന് തന്നെയാണ് പഠിച്ചത്. 2 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ ട്രിഗണോമെട്രിയും ട്രിഗണോമെട്രിക് ആപ്ലിക്കേഷൻസും എന്ന് പറഞ്ഞിട്ട് CBSEക്കാർ 2 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരെക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു അറിവ് CBSE സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കും. കാര്യം അവരെ കുറച്ച് സ്റ്റേറ്റിൽ വളരെ ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. നമ്മൾ ട്രിഗണോമെട്രിയിലേക്ക് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ട് കുറച്ച് വാർത്തകളൊക്കെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സൈൻ, കോസ്, ടാൻ ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പക്ഷേ CBSE ആണെങ്കിൽ CBSEയിൽ 6 ട്രിഗണോമെട്രി ഫംഗ്ഷൻസും സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട് ഈ പറയുന്ന എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻസും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചുകൂടി ഫോർമുലാസ് ഒക്കെ അവർ പഠിച്ചിട്ടുമുണ്ട്. ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ, പ്ലസ് വണ്ണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് കുട്ടികൾ ചോദിക്കുന്നെങ്കിൽ ബുദ്ധിമുട്ട് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഒന്നാണ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കാര്യം കുറച്ച് ഫോർമുലാസ് പഠിക്കാനുണ്ട്. നിങ്ങൾ പഠിച്ചവർക്ക് അറിയാം, CBSE പഠിച്ചവർക്ക് അറിയാം, അവിടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഫോർമുലാസ് പഠിക്കാനുണ്ടായിരുന്നു. അതിനും കുറച്ചുകൂടി ഫോർമുലാസ് നിങ്ങൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ പഠിക്കാനുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്ലസ് 1 പ്ലസ് 2 പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നതിൽ ഒരു പോർഷനാണ് ട്രിഗണോമെട്രി. അതായത് ആപ്ലിക്കേഷൻ കൂടുതലായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. പല ചാപ്റ്ററുകളിലും സെക്കൻഡിൽ നമുക്ക് പറയുകയാണെങ്കിൽ 6-7 ചാപ്റ്ററുകളിൽ ട്രിഗണോമെട്രിയുടെ ആപ്ലിക്കേഷൻ, ട്രിഗണോമെട്രി ഇക്വേഷൻസ്, ഫോർമുലാസ് നമുക്ക് യൂസ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ട്രിഗണോമെട്രി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് നമ്മൾ പറയുന്നത്. ഒത്തിരി ഫോർമുലാസ് പഠിക്കാനുണ്ട്, ഒരു വലിയ ചാപ്റ്റർ കൂടിയാണ്. പൊതുവെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നു. എന്തുകൊണ്ട് ബുദ്ധിമുട്ട് പറയുന്നു നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ബുദ്ധിമുട്ട് പറയുന്നു പറഞ്ഞാൽ നമ്മൾ ആദ്യം മുതൽ പഠിക്കുമ്പോൾ ഏത് ചാപ്റ്ററും ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, നമുക്ക് അതിന് ബേസ് കിട്ടിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് മാത്സിനെ സംബന്ധിച്ച് തുടക്കത്തിൽ നമുക്കൊരു ചാപ്റ്ററിന്റെ ഐഡിയ നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമുക്ക് ആ ചാപ്റ്റർ അവസാനം വരെയും, അല്ലെങ്കിൽ ആ ചാപ്റ്റർ എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നോ അവിടെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് എന്ത് കാര്യമായാലും നമുക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ബേസ് കിട്ടിയാൽ മാത്രമേ, ഉറപ്പിച്ച് പറയുന്നു, ബേസ് കിട്ടിയില്ല എങ്കിൽ ട്രിഗണോമെട്രി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, 100% ഉറപ്പാണ്. അപ്പോൾ ആ ബേസ് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയ്ക്കും അർപ്പണ മനോഭാവത്തോടു കൂടി പഠിച്ചാൽ മാത്രമേ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് പഠിക്കാൻ കഴിയൂ. പക്ഷേ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആ ഒരു ഐഡിയ കിട്ടിയാൽ, ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഐഡിയ കിട്ടിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ടോപ്പിക്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിരിക്കും, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ബിക്കോസ് നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന പോലെ, 10ാം ക്ലാസ് പഠിക്കുന്ന പോലെ സർക്കിൾ എന്ന് വരച്ചിട്ട് പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ പകരം അല്ലാണ്ട് ഈസ് ഈക്വൽ ടു സംതിങ് എന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് ചെയ്ത ആൻസർ കിട്ടുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്ന ടോപ്പിക് കൂടിയാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഉള്ള ചാപ്റ്ററിൽ കുറച്ചൊക്കെ നമുക്ക് പാടായിട്ടൊക്കെ വരണമെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഓർമ്മിക്കുക, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ദെൻ 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. പുതിയൊരു ഐഡിയ ആയിരിക്കും നിങ്ങൾക്ക്. അതൊരു പുതിയ മെത്തേഡ് കൂടിയാണ്, മാത്സിനകത്തുള്ള മെത്തേഡാണ്, ഒരു സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. പല മെത്തേഡുകളുണ്ട് നമുക്ക്. മാത്സ് റിഡക്ഷൻ മെത്തേഡ്, ഇൻഡക്ഷൻ മെത്തേഡ്, അങ്ങനെ പറയുന്ന ഒത്തിരി, അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ മെത്തേഡൊക്കെ നിങ്ങൾ പഠിക്കും. അങ്ങനെയുള്ള മെത്തേഡുകളുണ്ട്. അതിലൊരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ തുക, തുടർച്ചയായിട്ടുള്ള ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. അതായത് സം ഓഫ് ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് n നാച്ചുറൽ നമ്പേഴ്സ് n into n plus 1/2 എന്ന് പറയുന്നൊരു ഫോർമുല, ഗോസ് കണ്ടുപിടിച്ചൊരു ഫോർമുലയുണ്ട്, n into n plus 1/2 എന്ന് പറയുന്ന ഫോർമുല. അങ്ങനെയുള്ള ഫോർമുലാസ് ഒക്കെ, അങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ, യൂണിവേഴ്സൽ ട്രൂത്ത്സ് ഒക്കെ പ്രൂവ് ചെയ്യാൻ, അതൊക്കെ പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതൊക്കെ പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. കാൽക്കുലേഷൻസ് ആണ് ആവശ്യം, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, 4 ഓപ്പറേഷൻസ് നമുക്ക് സ്പീഡിന് ചെയ്യാൻ അറിയാമെങ്കിൽ ആ ചാപ്റ്റർ എളുപ്പമാണ്. അതായത് ബേസിക് ഫാക്ട്സ് ആണ്, മാത്സിന്റെ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, കോമൺ എടുക്കുന്ന മെത്തേഡ്, മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെയാണ് അത് കോമൺ എടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ കൂടിയാണ്. ദെൻ വരുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിൽ ഒരു ഭാഗത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, വാട്ട് ഈസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അത് സ്റ്റേറ്റുകാർ അങ്ങനെയല്ല പേര് പഠിച്ചിരിക്കുന്നത്, CBSE അങ്ങനെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. സ്റ്റേറ്റുകാർക്ക് വേറെ പേര് പറഞ്ഞ ഓർമ്മ വരും, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്.
മലയാളത്തിൽ പറഞ്ഞാൽ രണ്ടാം കൃതി സമവാക്യം അല്ലെങ്കിൽ ദ്വിമാന സമവാക്യം എന്ന് നമ്മൾ പറയും. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ചാപ്റ്ററായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ള x is equal to -b + or -√b² - 4ac/2a എന്നൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ. അപ്പോൾ ആ ചാപ്റ്ററിനായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി, ആൻഡ് കഴിഞ്ഞുള്ള പാർട്ട് മനസ്സിലായി, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. എങ്കിൽ എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്? അവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് b² - 4ac എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്ന് വിളിക്കും. ഈ ഡിസ്ക്രിമിനന്റ് പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? 3 പ്രത്യേകത നമ്മൾ പഠിക്കുന്നുണ്ട്. b² - 4ac അതായത് ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ വിവേചകം എന്ന് പറയും. ഈ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത് b² - 4ac പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് ആ ഇക്വേഷന് 2 സൊല്യൂഷൻ, 2 ഡിഫറെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവും, 2 ആൻസറുകൾ ഉണ്ടാവും, x 2 വിലകൾ ഉണ്ടാവും എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ b² - 4ac 0 ആവണമെങ്കിൽ നമ്മൾ ഒരു വിലയേ ഉള്ളൂ, അല്ലെങ്കിൽ 2 വിലയും സെയിം ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി b² - 4ac നെഗറ്റീവ് ആയാലോ? b² - 4ac നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞ് ആ സൊല്യൂഷന് അല്ലെങ്കിൽ ആ ഇക്വേഷൻ സൊല്യൂഷൻ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ പഠിക്കുന്നു b², അതായത് എന്തുകൊണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും b² - 4ac ഫോർമുല എഴുതുമ്പോൾ x is equal to -b + or - √b² - 4ac. b² - 4ac വരുന്നത് റൂട്ടിനുള്ളിലാണ്. അങ്ങനെ റൂട്ടിനുള്ളിൽ വരുമ്പോൾ നെഗറ്റീവ് വന്നാൽ നമുക്ക് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് അതിന് വാല്യൂ ഇല്ല. ഇനി നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിക്കുന്നത് റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിക്കുന്നത്. ക്വാഡ്രാറ്റിക്കിനെ കുറിച്ച് ഞാൻ കൂടുതലും പറയുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാം. അപ്പോൾ അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ക്വാഡ്രാറ്റിക് കാര്യം അതിന്റെ പകുതി പോർഷൻ നിങ്ങൾക്ക് അറിയാം, ബാക്കി പാതിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിലുള്ള ഒരു ചാപ്റ്ററാണ്. കാൽക്കുലേഷൻ ഒക്കെ വരുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ്. നമ്മൾ പറഞ്ഞതിൽ ഒരു ചാപ്റ്റർ മാത്രമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്, ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. അപ്പോൾ ഇനി വരുന്നത് 6ാമത്തെ ചാപ്റ്റർ ലീനിയർ ഇൻഇക്വാലിറ്റീസ്. സെറ്റിനേക്കാൾ എളുപ്പമുള്ള ചാപ്റ്റർ. അപ്പൊ പിന്നെ അറിയാമല്ലോ, സെറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ നമ്മൾ പറഞ്ഞാണ്, അതിനേക്കാൾ എളുപ്പമുള്ള ചാപ്റ്ററാണ്. കാര്യം ഇവിടെ +1ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സർക്കിളിന്റെ പടം വരച്ചാലോ, ടാൻജന്റിന്റെ വൃത്തങ്ങൾ അല്ലെങ്കിൽ തൊടുവരകളുടെ പടം വരച്ചാൽ നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടില്ല. അങ്ങനെ ടോപ്പിക്കേ ഇനിയില്ല. ജോമെട്രിയുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള ഫിഗർ വരച്ച് മാർക്ക് വാങ്ങുന്ന ടോപ്പിക്കുകളില്ല. പക്ഷേ ലീനിയർ ഇൻഇക്വാലിറ്റി അവിടെ നമുക്ക് കുറച്ച് ആശ്വാസം തരുന്ന ഒരു ചാപ്റ്ററാണ്. ബിക്കോസ് ഗ്രാഫ് വരച്ചിട്ട് ഷെയ്ഡ് ചെയ്യാനുള്ളതാണ് ലീനിയർ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതായത് ഈക്വൽ സൈനിന് പകരം നമ്മൾ പഠിച്ചിട്ടുള്ള ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെറ്റ്സിനേക്കാൾ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് ഗ്രാഫ് വരയ്ക്കുക, ഷെയ്ഡ് ചെയ്യുക, അതാണ് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത, ലീനിയർ ഇൻഇക്വാലിറ്റി. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചാപ്റ്ററും ലീനിയർ ഇൻഇക്വാലിറ്റി ആയിരിക്കും. അപ്പോൾ ഇനി വരുന്നത് 7ാമത്തെ ചാപ്റ്റർ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിരിക്കും, പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എവിടെയെങ്കിലും ഒക്കെ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും പരസ്പരം ഹസ്തദാനം ചെയ്യുമ്പോൾ, ഷേക്ക് ഹാൻഡ്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 10 കുട്ടികളുണ്ട്, എത്ര ഷേക്ക് ഹാൻഡ്സ് ഉണ്ടാവും എന്നൊക്കെ പറയുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉപയോഗിക്കുന്ന ചാപ്റ്ററാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പുതിയ അറിവാണ് ഈ ചാപ്റ്റർ. അപ്പോൾ അതും ഇങ്ങനെയാണെന്ന് പറഞ്ഞത് ഒരു കൊച്ചു ഐഡിയ ഉണ്ട്, കൊച്ചു ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ ഏത് ചോദ്യവും ഉറപ്പിച്ച് പറയാൻ ഏത് ചോദ്യവും നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ആ ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ ആ ചാപ്റ്റർ ബുദ്ധിമുട്ടുമായിരിക്കും. അതുകൊണ്ട് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ നമ്മൾ ആവറേജ് ചാപ്റ്ററിൽ പെടുത്താണ്. ആവറേജ് എന്ന് പറയാം, ടഫ് എന്ന് പറയുന്നില്ല. സോ ആവറേജ് ചാപ്റ്റർ നമ്മൾ ലാസ്റ്റ് എല്ലാം കാറ്റഗറൈസ് ചെയ്ത് ആവറേജ്, ഏത് ഈസി, ഏത് ടഫ് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ദെൻ പെർമ്യൂട്ടേഷൻ കഴിഞ്ഞു ബൈനോമിയലിലേക്ക് വരികയാണ്. ബൈനോമിയൽ തിയറം പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷന്റെ ബാക്കിയാണ് എന്ന് കണ്ടില്ല. അതായത് അതിന്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചാപ്റ്ററാണ് ബൈനോമിയൽ തിയറം. നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ചാപ്റ്ററാണ് ബൈനോമിയൽ തിയറം. നിങ്ങൾ പേര് കേട്ടിട്ടില്ല എന്നുള്ളേ ഉള്ളൂ. ബൈനോമിയൽ തിയറം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ a + b the whole square എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാം. a² + 2ab + b². a + b the whole cube നിങ്ങൾ പറയും. a³ + 3a² b + 3ab² + b³ a + b the whole raised to 4 ചോദിച്ചാൽ നിങ്ങൾ കുറച്ച് നേരം സംശയിക്കും. പിന്നെ പാസ്കൽസ് ട്രയാങ്കിൾസ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട് അതിന്. ഇനി a + b the whole raised to 10 ചോദിച്ചാലോ, അപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെയുള്ള എക്സ്പാൻഷൻസ്, അതായത് a + b the whole raised to n എത്രയോ ആയിക്കോട്ടെ, a + b the whole raised to 2, 3, 4 എന്ത് വന്നാലും അങ്ങനെയുള്ളതിന്റെ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിക്കുന്ന ചാപ്റ്ററാണ് ബൈനോമിയൽ തിയറം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ, വളരെ എളുപ്പത്തിലുള്ള ചാപ്റ്ററാണ് ബൈനോമിയൽ തിയറം. നമുക്ക് സിമ്പിൾ എന്ന കാറ്റഗറിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ബൈനോമിയൽ തിയറത്തിനെ പെടുത്താം. കാര്യം എളുപ്പമാണ് ആ ചാപ്റ്റർ. a + b the whole raised to ഒരു ഫോർമുല അതിന് പഠിക്കുക, ബാക്കി കുറച്ച് ചെറിയ കുറച്ച് ഫോർമുലാസ് പഠിക്കാനുണ്ട്. എങ്കിലും ബൈനോമിയൽ തിയറത്തിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം.
കാര്യം പെർമുട്ടേഷന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത് കൂടിയാണ്. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ 8 ചാപ്റ്റർ. 16 ചാപ്റ്ററുകളിലെ പകുതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കാം 9ാമത്തെ ചാപ്റ്റർ സീക്വൻസസ് ആൻഡ് സീരീസ്. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, മലയാളം മീഡിയം കുട്ടികൾ ചിലപ്പോൾ കേൾക്കാൻ വഴിയില്ല, പക്ഷെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇതാണെന്ന് അറിയില്ല. സീക്വൻസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസ് പഠിച്ചിട്ടുണ്ട്, സമാന്തര ശ്രേണി. അത് തന്നെയാണ് ഇവിടെയും നമുക്ക് പഠിക്കേണ്ടത്. സീക്വൻസിനകത്ത് 2 എണ്ണം പഠിക്കാനുള്ളതെന്ന് അരിത്തമെറ്റിക് സീക്വൻസും ജോമെട്രിക് സീക്വൻസും. അപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷനും അരിത്തമെറ്റിക് പ്രോഗ്രഷനും, ഈ അരിത്തമെറ്റിക് സമാന്തര ശ്രേണി നിങ്ങൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. GP ആണ് നിങ്ങൾക്ക് അതിൽ പുതുതായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ പകുതി സീക്വൻസ് സീരീസിന്റെ ബാക്കി GP ആണ്. അപ്പോൾ ആ ചാപ്റ്റർ നമുക്ക് എളുപ്പമായിരിക്കും. GP എളുപ്പമാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ച അത്രയും ഇക്വേഷൻസ് നമുക്ക് GPയിൽ പഠിക്കാനില്ല. 3-4 ഇക്വേഷൻസിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അത് നമുക്ക് എളുപ്പമാണെന്ന് പറയാം. ഇനി 10ാമത്തെ ചാപ്റ്റർ സ്ട്രെയിറ്റ് ലൈൻസിലേക്ക് നമ്മൾ വരികയാണ്. സ്ട്രെയിറ്റ് ലൈൻസ് നിങ്ങൾക്ക് പരിചയമുള്ള ചാപ്റ്റർ തന്നെയാണ്. അതായത് എനിക്കൊന്ന് CBSE അത് പഠിക്കാനില്ല എന്ന് തോന്നുന്നു. സ്റ്റേറ്റ് സിലബസിൽ നിങ്ങൾ സ്ലോപ്പ് അഥവാ ചരിവ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചരിവ് കണ്ടുപിടിക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻസിനകത്ത് പറയുന്നത് സ്ലോപ്പുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. പിന്നെ CBSEക്കാർ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്, അത് സെക്ഷൻ ഫോർമുല, ഡിസ്റ്റൻസ് ഫോർമുല. ഈ ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചത് √(x2 - x (2) + y2 - y1) അകലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ് സ്ട്രെയിറ്റ് ലൈൻസ്. അതായത് സെക്ഷൻ ഫോർമുല CBSE പഠിച്ചിട്ടുള്ളൂ, സ്റ്റേറ്റിൽ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട്. അപ്പോൾ അതാണ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. കുറച്ച് ഫോർമുലാസ് പഠിക്കാനുള്ള ചാപ്റ്ററാണിത്. അപ്പോൾ അത് ടഫ് ഒന്നുമല്ല, അത് ഈസി ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് ചിലപ്പോൾ ആവറേജ് വരാനും ചാൻസ് ഉണ്ട്. ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല, എന്തായാലും നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ കൂടിയാണ്. പിന്നെ വരുന്നത് കോണിക് സെക്ഷൻ ആണ്. കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കോണിക് സെക്ഷനിൽ 4 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒന്ന് പറയുന്നത് സർക്കിളാണ്. സർക്കിളിനെ കുറിച്ച് പഠിക്കാനുണ്ട്, സർക്കിളിന്റെ ഇക്വേഷൻ എന്തൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. അതുപോലെ 3 എണ്ണം കൂടെ ഉണ്ട്. ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. എനിക്കൊന്ന് പരാബോള എലിപ്സ് ഒക്കെ കേൾക്കാൻ വഴിയുണ്ട്, പക്ഷെ ഹൈപ്പർബോള കേട്ട് കാണത്തില്ല. അപ്പോൾ അതിനകത്ത് കോണിക് സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്: പരാബോള, അതുപോലെ സർക്കിള്, എലിപ്സ്, ഹൈപ്പർബോള ഒക്കെയാണ്. കുഴപ്പമൊന്നുമില്ലാത്തൊരു ചാപ്റ്ററാണ്. അതും സിമ്പിൾ ആണ്. എനിക്ക് തോന്നുന്നു സ്ട്രെയിറ്റ് ലൈനിനേക്കാൾ എളുപ്പമുള്ള ചാപ്റ്ററാണ് കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോണിക് സെക്ഷൻ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. പിന്നെ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സെക്കൻഡിൽ പഠിക്കാനുള്ള ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ട്, 3 ഡയമെൻഷൻ ജോമെട്രി. ടഫ് എന്ന് പറയാൻ കാര്യം ഫോർമുലാസ് ഒത്തിരി ഉള്ള ചാപ്റ്ററാണ് 3 ഡയമെൻഷൻ ജോമെട്രി. പക്ഷേ ഫസ്റ്റ് ഇയർ അത് എളുപ്പമാണ്. നമുക്ക് സെക്കൻഡിലെ ടോപ്പിക് കാണുമ്പോൾ ഇതിന്റെ ബാക്കിയാണോ? കാര്യം ചാപ്റ്ററിന്റെ പേര് ഇത് തന്നെയാണ്, 3 ഡയമെൻഷൻ ജോമെട്രി എന്നുള്ളത്. 3D എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ഇത് ഇവിടെയും 3D കാണുന്നു, അവിടെയും 3D കാണുമ്പോൾ ഇതൊന്നും ഒരു ബന്ധമില്ലെന്ന് നമുക്ക് തോന്നും. കാര്യം അത്ര എളുപ്പമാണ് ഇവിടുത്തെ ഇൻട്രൊഡക്ഷൻ 3D എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഇൻട്രൊഡക്ഷൻ ടു 3D എന്ന് പറയുന്നത്. അതായത് കോർഡിനേറ്റ് പോയിന്റ്സ് ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ XY എന്ന് പറയുന്ന കോർഡിനേറ്റ് പോയിന്റ്, X ആക്സ്, Y ആക്സ്, അതുപോലെ ഒരു ആക്സിസ് കൂടെ വരും, X-ഉം Y-ഉം Z ആക്സിസ് കൂടെ വരുന്ന ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 3D എന്ന് പറയുന്ന ചാപ്റ്റർ. ഇനി വരുന്ന ചാപ്റ്റർ ഏറ്റവും ട്രിഗണോമെട്രിയോടൊപ്പം നമുക്ക് പ്രാധാന്യമുള്ള ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ചിലരെങ്കിലും പറയുന്ന ടഫായിട്ട് വരുന്ന മറ്റൊരു ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ബിക്കോസ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സെക്കൻഡ് ഇയറിലുണ്ട്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിന്റെ കണ്ടിന്യൂഷൻ ചാപ്റ്ററും ഉണ്ട്. പല ചാപ്റ്ററുകളും ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ഡെറിവേഷനൊക്കെ നമുക്ക് ഒരുപാട്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാട് ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഒരു സാഹചര്യം. അതിൽ ഡെറിവേറ്റീവ് പിന്നെ എളുപ്പമാണ്, ലിമിറ്റ്സ് നമുക്ക് കുറച്ച് പാടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാര്യം ഇതിന്റെ ലിമിറ്റ്സ് അടുത്ത വർഷം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ചിലർക്ക് പറയാം നമുക്ക് വേണമെങ്കിൽ ആവറേജിൽ ഉൾപ്പെടുത്താം, എങ്കിലും നമുക്ക് ടഫ് എന്ന് തന്നെ പറയാം. കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷേ നമുക്ക് ട്രിഗണോമെട്രി അതുപോലെ ഒന്നുമില്ല, നമുക്ക് അത്രയും ഫോർമുലാസ് ഒന്നും പഠിക്കാനില്ല. കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഇതൊരു പുതിയ ഐഡിയ ആയിരിക്കും, നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ അതാണ് 13ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. 14ാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ, മാത്തമാറ്റിക്കൽ റീസണിങ്. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇനി പഠിക്കാനില്ല, ഇവിടെ കളയുന്ന ചാപ്റ്ററാണ് മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതായത് അതിനകത്ത് നമ്മൾ മാത്സുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും പ്രത്യേകിച്ച് പഠിക്കാനില്ല. നമ്മളെല്ലാം നമുക്ക് കണ്ടാൽ അല്ലെങ്കിൽ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഇംഗ്ലീഷ് ഗ്രാമർ ആണോ എന്ന് പറയാൻ നമുക്ക് സംശയം തോന്നുന്ന ഒരു ചാപ്റ്ററാണ് മാത്തമാറ്റിക്കൽ റീസണിങ്. അതായത് ഓർ എവിടെ അപ്ലൈ ചെയ്യും, എവിടെയാണ് ആൻഡ് അപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെ സെന്റൻസ്, എന്താണ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, എന്താണ് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നമ്മൾ സെപ്പറേറ്റ് വെച്ചിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആൻഡ് ഉപയോഗിച്ച് ചെയ്യുന്ന 2 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഒരു 2 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ആൻഡ് ഉപയോഗിച്ച് ചേർക്കരുത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഹീസ് ആൻസർ, നമ്മൾ ഒരു സെന്റൻസ് പറയുകയാണ് ഹീ ഈസ് ആൻസർ. രണ്ടാമത് പറയുന്നത് ഹീസ് ബ്രില്യൻറ്റ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഹീസ് ഹാൻസം ആൻഡ് ബ്രില്യൻറ്റ് എന്ന് നമ്മൾ സാധാരണ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആൻഡ് ആൻഡ് ഓർ ഒക്കെ യൂസ് ചെയ്ത് എഴുതുന്ന ഒരു ചാപ്റ്ററാണ് മാത്തമാറ്റിക്കൽ റീസൺ. മാത്സിനകത്ത് എന്തിന് ഉൾപ്പെടുത്തി എന്ന് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളോട്
അപ്പോൾ ഇത് എന്തിനാണ് സാർ മാത്തമാറ്റിക്കിനകത്ത് ഈ ഒരു മാത്തമാറ്റിക്കൽ വേറുള്ളത് കൊണ്ടാണോ എന്ന് വരെ ചോദിക്കുന്നുണ്ട് പിള്ളേർ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇവിടെ പഠിക്കുന്നു ഇവിടെ കളയുന്നു ഒരു ഉപയോഗമില്ലാത്ത ചാപ്റ്റർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. സെക്കൻഡ് ഇയറിലേക്ക് വേണ്ട. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്ന് നിങ്ങൾക്ക് പരിചയമുള്ള ചാപ്റ്ററാണ് മലയാളത്തിൽ സ്ഥിതി വിവര കണക്ക് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിൽ ഏറെക്കുറെ 90%, 75% 10th CBSE കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് കുട്ടികൾ കുറച്ച് അത്രയും പഠിച്ചിട്ടില്ല എങ്കിലും സ്റ്റാറ്റിക്സ് നമുക്ക് പൊതുവെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. പ്രത്യേകിച്ച് സ്റ്റേറ്റിനകത്ത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് നിങ്ങൾക്ക് ഇനി ഏറ്റവും കൂടുതൽ മാത്സിന് എളുപ്പം വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ ഹൈസ്കൂൾ ക്ലാസ്സിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അതാണ് പ്രത്യേകത. സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാറ്റിക്സിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് കാൽക്കുലേഷൻസ്. നമ്മൾ ബോക്സ് ഒക്കെ വരച്ച് കോളമൊക്കെ വരച്ച് മൾട്ടിപ്പിൾ ചെയ്ത്, അതായത് അറിയാമായിരിക്കും നിങ്ങൾക്ക് മീൻ മീഡിയൻ മോഡ്, മലയാളത്തിൽ മധ്യമം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മധ്യമൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിതി വിവര കണക്ക് എന്ന് പറയുന്നത്. എളുപ്പമുള്ള ചാപ്റ്ററാണ്. കാൽക്കുലേഷൻ ആണ് അതിനകത്ത് ആകെ വരുന്ന പ്രശ്നം. ഇത്രയും എഴുതി കൂട്ടുക എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനൊക്കെയാണ് പ്രത്യേകത. ആ ബുദ്ധിമുട്ട് മാറുന്നത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം എന്നുള്ള പ്രത്യേകത കൊണ്ട് തന്നെയാണ്. അപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റാറ്റിക്സ് നമുക്ക് എളുപ്പത്തിൽ പെടുത്താം. പ്രോബബിലിറ്റി ഞാൻ തന്നെ പറയട്ടെ, ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ട്. പ്രോബബിലിറ്റിയുടെ കണ്ടിന്യൂഷൻ പഠിക്കാനുണ്ട്. അവിടെ പ്രോബബിലിറ്റി കുറച്ച് ടഫായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച സാധ്യതകളുടെ ഗണിതം എന്നൊരു ചാപ്റ്റർ മലയാളം മീഡിയംകാർ പഠിച്ചിട്ടുണ്ട്. അല്ലാത്തവർ പ്രോബബിലിറ്റി എന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയങ്ങൾ പഠിച്ചത് മാത്തമാറ്റിക്കൽ ചാൻസ് അങ്ങനെ സംതിങ് ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇനി പഠിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമ്പർ ഓഫ് ഫേവറബിൾ ബൈ ടോട്ടൽ, അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങൾ. ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് 16ാമത്തെ ചാപ്റ്റർ പ്രോബബിലിറ്റി. വളരെ എളുപ്പത്തിലുള്ള ചാപ്റ്റർ, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം, ഇതിനകത്ത് ഈ 16 ചാപ്റ്ററോട് കൂടി നമുക്ക് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവുകയാണ്. ഒരു ടെക്സ്റ്റിലേ ഉള്ളൂ, സെക്കൻഡിലേക്ക് ഒരു 2 ടെക്സ്റ്റുകളുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ആകെ പഠിക്കാനുള്ള ചാപ്റ്ററുകൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ടഫാണെന്ന് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. ടഫാണെന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് ട്രിഗണോമെട്രി നിങ്ങൾക്ക് ടഫായിട്ട് തോന്നാം, നന്നായിട്ട് ബേസ് കിട്ടിയില്ല എങ്കിൽ. ദെൻ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, ഇത് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നാം, നന്നായിട്ട് ബേസ് കിട്ടിയില്ല എങ്കിൽ. അപ്പോൾ ഈ 2 ചാപ്റ്ററുകൾ സെക്കൻഡ് ഇയറിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റർ കൂടിയാണ്, 2 ചാപ്റ്റർ കൂടിയാണ്. ഇനി അവിടെ കുറച്ച് കുട്ടികൾ, ഒരു 30% താഴെയുള്ള കുട്ടികൾ പറയുന്ന ചില ചാപ്റ്ററുണ്ട് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഒന്ന് സീക്വൻസ് ആൻഡ് സീരീസ്, കാൽക്കുലേഷൻ വരുന്ന ചാപ്റ്ററാണ് ഒന്നത്. ദെൻ സ്ട്രെയിറ്റ് ലൈൻസ് പറയുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഈ 2 ചാപ്റ്ററുകളാണ് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടെന്ന് ഒരു 30% സ്റ്റുഡൻസ് എങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കേട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇത്രയും പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഐഡിയകൾ വെച്ചുകൊണ്ട് നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. ഇതൊക്കെ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നതാണോ, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററുകളാണോ, ഞാൻ മനസ്സർപ്പിച്ച് പഠിച്ചാൽ എന്നെ കൊണ്ട് കഴിയുമോ എന്നൊക്കെ ഓർക്കുക. അപ്പോൾ ഇത്രയൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ മാത്സിനെ വെറുക്കണോ അല്ലെങ്കിൽ മാത്സിനെ അകറ്റി നിർത്തണോ അടുപ്പിച്ച് നിർത്തണോ എന്ന് ചിന്തിക്കാൻ. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചതിന് ശേഷം നമുക്ക് ഒരു അഡ്മിഷനിലേക്ക് പോകാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒരു ചാപ്റ്ററുമായിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെയും ബൈ.